ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചാണ്. ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നമ്പേഴ്സ്, രണ്ട് റിയൽ നമ്പേഴ്സിനെയോ രണ്ട് ആൾജിബ്രായിക് എക്സ്പ്രഷനെയോ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾസ് യൂസ് ചെയ്താണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഇക്വാലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ഇക്വേഷൻസ് ആണ്. രണ്ട് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ ആൾജിബ്രായിക് എക്സ്പ്രഷനും സീറോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു സൈൻ യൂസ് ചെയ്താണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0. എ എക്സ് പ്ലസ് ബി വൈ എന്ന ആൾജിബ്രായിക് എക്സ്പ്രഷനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് ഈക്വൽ ടു എന്ന സൈൻ യൂസ് ചെയ്താണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു സൈൻ യൂസ് ചെയ്താണ്. ഈക്വൽ ടു സൈൻ യൂസ് ചെയ്ത് റിലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇക്വേഷൻ എന്നാണ്. ഇതെന്താണ്? എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. അപ്പോൾ വേരിയബിൾ എക്സ് ആയതുകൊണ്ട് എ വേരിയബിളായി എക്സിന്റെ പവർ ഇവിടെ എന്താണ്? 1 ആണ്. എക്സിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരെന്താണ്? ലീനിയർ ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇക്വേഷന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ലീനിയർ ഇക്വേഷൻ എന്നാണ്. ഇവിടെ എന്താണ്? ഇവിടെ എക്സും വൈയും ആണ് വേരിയബിൾസ് വരുന്നത്. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എക്സും വൈയും വേരിയബിൾ ആണ്. എക്സിന്റെയും വൈയുടെയും പവർ എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ലീനിയർ ഇക്വേഷൻ ആണ്. പക്ഷെ എന്താണ്? 2 വേരിയബിൾസ്. അപ്പോൾ ലീനിയർ ഇക്വേഷനെയും 2 വേരിയബിൾ ആയിരിക്കും ഇത്. ax plus by is equal to 0. അടുത്ത എന്താണ് തന്നിരിക്കുന്നത്? ax square plus bx plus c equal to 0. വേരിയബിൾ ആയ എക്സിന്റെ പവർ എന്താണ്? 2 ആണ്. ഡിഗ്രി എന്താണ്? 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ വേറൊരു പേര് എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ax square plus bx plus c is equal to 0 എന്നുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ax cube plus bx square plus cx plus d എന്നുള്ള ഇക്വേഷൻ അവിടെ എയും ബിയും സിയും ഡിയും കോൺസ്റ്റൻസ് ആണ്. എക്സിന്റെ പവർ, എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. എക്സിന്റെ പവർ, ഹയസ്റ്റ് പവർ എത്രയാണ്? 3 ആണ്. ഹയസ്റ്റ് പവർ 3 ആയതുകൊണ്ട് ഈ ഇക്വേഷന്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. ഇക്വേഷന്റെ ഡിഗ്രി 3 ആയതുകൊണ്ട് ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ്, 3 ആയിട്ട് വരുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരെന്താണ്? ക്യൂബിക് ഇക്വേഷൻ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. ക്യൂബിക് ഇക്വേഷൻ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഇതെന്താണ്? ലീനിയർ ഇക്വേഷൻ ആണ്. ഇതെന്താണ്? ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആണ്. ഇതെന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതെന്താണ്? ക്യൂബിക് ഇക്വേഷൻ. ഇനി ഈക്വൽ ടു സൈൻ അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിൾസ് യൂസ് ചെയ്താണ് എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഇക്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ax plus b equal to 0യിൽ ഈക്വൽ ടുവിന് പകരം ഇവിടെ സിമ്പിൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിൾസ് യൂസ് ചെയ്തുവാണെങ്കിൽ അതെന്താകും? ഇൻഇക്വാലിറ്റി ആവും. അതാണ് ax plus b equal to 0 എന്നുള്ളത് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിൾ ആയിരിക്കും. ax plus b less than 0, ax plus b greater than 0, ax plus b less than or equal to 0, ax plus b greater than or equal to 0. ax plus by equal to 0 എന്നുള്ളത് എന്തായിരുന്നു? ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതായത് ലീനിയർ ഇക്വേഷൻ ആണ്. 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആയിരുന്നു ax plus by equal to 0 എന്നുള്ളത്. ഇനി ഇവിടെ എന്താണ്? ലെസ് ദാൻ, ax plus by less than 0, x plus by greater than 0, ax plus by less than or equal to 0, x plus by greater than or equal to 0. ഇതെന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ ആയിരുന്നെങ്കിൽ ഇതെന്തായിരിക്കും? ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾ ആയിരിക്കും. ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾ ആയിരിക്കും. നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പം ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡിഗ്രി 1 ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് ആണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾസ് യൂസ് ചെയ്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന്. ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണ്? ലീനിയർ ഇൻഇക്വാളിറ്റി എന്നാണ്. ലീനിയർ ഇൻഇക്വാളിറ്റി ഇൻ 1 വേരിയബിളിൻ്റെയും ലീനിയർ ഇൻഇക്വാളിറ്റി ഇൻ 2 വേരിയബിളിൻ്റെയും സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ റൂൾസ്, ലീനിയർ ഇൻഇക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ഇൻഇക്വാളിറ്റി. ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ഇൻഇക്വാളിറ്റി. നമ്മുടെ ഇൻഇക്വാളിറ്റി 2x > 5 എന്നായിരുന്നെങ്കിൽ ഫസ്റ്റ് റൂൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് റൂൾ, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് നമ്പേഴ്സ്. രണ്ട് സൈഡിലും ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് സെയിം നമ്പേഴ്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യും. അതായത് ഇപ്പം 2 നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആണെങ്കിൽ എങ്ങനെ വരാം? 2x + 2 > 5 + 2. അല്ല, സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് 2 ആയിരുന്നെങ്കിലോ 2x - 2 > 5 - 2. എന്താണ് ഫസ്റ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഈക്വൽ നമ്പേഴ്സ് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡ്സിലും നമുക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? 2 എന്ന നമ്പർ കൊണ്ട് ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഏതാണ്? 2x ആണ്. അപ്പോൾ 2xനെ ആഡ് ചെയ്തു. റൈറ്റ് സൈഡിലുള്ളത് 5 ആണ്. ആ 5നെയും 2 കൊണ്ട് ആഡ് ചെയ്തു. അല്ല, സബ്ട്രാക്ഷൻ ആണെങ്കിലോ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. 2xനെ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. 5നെയും 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പം ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും സെയിം നമ്പർ കൊണ്ട് നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. സെക്കൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? സെയിം പോസിറ്റീവ് നമ്പേഴ്സ് മേ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇൻഇക്വാളിറ്റി. സെയിം പോസിറ്റീവ് നമ്പർ മേ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇൻഇക്വാളിറ്റി. ഇപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് നമുക്ക് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ചേഞ്ചും വരുത്താതെ, നമ്മുടെ ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച് വരുത്താതെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്? ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്? 2x × 2 > 5 × 2 എന്ന് നമുക്ക് ചെയ്യാം. അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലും ചെയ്യാം. 2x / 2 > 5 / 2. അപ്പോൾ എന്താണ് സെക്കൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് നമുക്ക് ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ പറ്റും. അപ്പോൾ ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരത്തില്ല. പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല. ഇനി ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഇൻഇക്വാളിറ്റി സൈൻ ചേഞ്ച് ചെയ്യും. ഇൻഇക്വാളിറ്റി സൈൻ റിവേഴ്സ് ആകും. ലെസ് ദാൻ എന്നുള്ള സൈൻ ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അങ്ങനെ തിരിച്ച് ഗ്രേറ്റർ ദാൻ ആയിരുന്നെങ്കിൽ ലെസ് ദാൻ ആകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. ഇപ്പം നമ്മൾ ഈ കേസിൽ -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്ത് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റി ആകും. ഇവിടെ -2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ ലെസ് ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്ത് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റി ആകും. തേർഡ് റൂൾ എന്താണ്? വെൻ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇൻഇക്വാളിറ്റി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ സെയിം negative number, then the inequality sign will be reversed. When both sides of inequality multiplied or divided by a negative number, then the sign of inequality is reversed. Then ഇനി നമുക്ക് ഒരു ഇൻഇക്വാളിറ്റി തന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഇൻഇക്വാളിറ്റി നോക്കാം. എന്താണ്? 30x <200.
സോൾവ് 30x ലെസ് ദാൻ 200 എന്നാണെങ്കിൽ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നതാണ്. 30x ഈസ് ഇക്വൽ ടു 200 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമായിരുന്നു? 30x ഈസ് ഇക്വൽ ടു 200 എന്ന ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമായിരുന്നു? ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇൻഇക്വാളിറ്റിയിലും സോൾവ് ചെയ്യുന്നത്. 30x ഈക്വൽ ടു 200 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു സോൾവ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ആദ്യം ചെയ്യുന്നത്? ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് അല്ലാത്ത ബാക്കി ടേംസ് എല്ലാം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എക്സ് അല്ലാത്ത ബാക്കി ടേം ഏതാണ്? 30 ആണ്. 30 ഇവിടെ എക്സ് ആയിട്ട് എന്ത് ചെയ്ത് കിടക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അപ്പം എക്സ് ഈസ് ഇക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 30 ആവും. എത്ര വരും? 20/3 എന്നാകും. ഇവിടെ സോൾവ് ചെയ്യേണ്ടത് എന്താണ്? ഇൻഇക്വാളിറ്റി ആണ്. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ 1 ആക്കണം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 30 ആണ്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 30 എന്നുള്ളത് 1 ആക്കണം. 30 എന്നുള്ളത് 1 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ പഠിച്ചു. ഇനി ഇൻഇക്വാളിറ്റിയിൽ സെയിം നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം. സെയിം പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ സൈന് ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. എന്താണ്? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡിനെയും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ്? ഇവിടെ അതേ സ്റ്റെപ്പ് തന്നെയായിരുന്നല്ലോ നമ്മൾ ചെയ്ത. ഇക്വേഷൻ ആയിരുന്നപ്പോഴും നമ്മൾ ഇതേ സ്റ്റെപ്പായിരുന്നല്ലോ ചെയ്തത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കാൻ ഫസ്റ്റ് എന്താ ചെയ്യണത്? ഇവിടെ 30 മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്? ഡിവൈഡ് ആവും. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 30 ആവും. ആൻസർ 20/3. ഈ കേസിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 30x ഡിവൈഡഡ് ബൈ 30 വരുമ്പോൾ എന്താണ്? എക്സ്. സൈൻ ചേഞ്ച് ഉണ്ടോ? പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. 30 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് എന്താണ്? സൈൻ ചേഞ്ച് ഇല്ല, ലെസ് ദാൻ തന്നെ. ഇനി റൈറ്റ് സൈഡിൽ എന്താണ്? 200 ആണ്. 200 ഡിവൈഡഡ് ബൈ എത്രയാണ്? 30. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്? എക്സ് ലെസ് ദാൻ 20/3 എന്ന് വരും. ഇതായിരിക്കും സൊല്യൂഷൻ. എന്ന് വെച്ചാൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20/3യേക്കാളും കുറവായിരിക്കും. എക്സിൻ്റെ വാല്യൂ 20/3യേക്കാളും കുറവായിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 തൊട്ട് 20/3 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. 20/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6.33 ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എവിടം വരെ വരുള്ളൂ? 1 തൊട്ട് 6 വരെ വരും. അപ്പം എന്താണ്? 1 2 3 4 5 6 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ ആണ് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ആൻ ഇൻറ്റീജർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ -∞ to -1 പിന്നെ എന്തായിരിക്കും? 0 1 2 3 4 5 6 ആയിരിക്കുമല്ലോ എക്സിൻ്റെ വാല്യൂ വരുന്നത്. എപ്പോഴാണ്? എക്സ് ഇസ് ആൻ ഇൻറ്റീജർ എന്ന് തന്നിട്ടുണ്ട്. ∞ തൊട്ട് 6 വരെയുള്ള ഇൻറ്റീജേഴ്സ് ആയിരിക്കും എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 1 വേരിയബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 5x - 3 ലെസ് ദാൻ 3x + 1 എന്നുള്ളതാണെങ്കിൽ 5x - 3 ലെസ് ദാൻ 3x + 1 എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? ഇൻഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും എക്സ് ഉണ്ട്, റൈറ്റ് സൈഡിലും എക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ ടേംസ്, ലൈക്ക് ടേംസ് ഒന്നിച്ചാക്കുക, ലൈക്ക് ടേംസ് ഒരു സൈഡിലാക്കുക. എന്താണ്? 5xനെയും 3xനെയും ഒരു സൈഡിലാക്കുക. കോൺസ്റ്റൻസ് ആയ -3നെയും 1നെയും ഒരു സൈഡിലാക്കുക. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് -3നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ -3നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? +3. അപ്പം രണ്ട് സൈഡിലും 3 കൊണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 5x - 3 + 3 എന്ന് വരും. 5x - 3 + 3 ലെസ് ദാൻ 3x + 1 + 3. രണ്ട് സൈഡിലും 3 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 5x ലെസ് ദാൻ 3x + 1 + 3 എന്നാണ് 4 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? 3xനെ റൈറ്റ് സൈഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും 3x കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? 5x - 3x ലെസ് ദാൻ
3x minus 3x 0 which എന്താണ് 4. then 5x minus 3x എന്താണ് 2x less than 4. 2x less than 4 എന്ന് വന്നു. ഇവിടെ 2 എന്താണ് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പം നമുക്ക് 2നെ എലിമിനേറ്റ് ചെയ്യണം. 2നെ എലിമിനേറ്റ് ചെയ്ത് അവിടെ എന്താക്കണം 1 ആക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കണം. അപ്പം എന്ത് ചെയ്യണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2x divided by 2 x വരും ലെസ് ദാൻ 4 divided by 2 2 വരും. x less than 2 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്. x less than 2 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിൻ്റെ വാല്യൂ 2നേക്കാളും ചെറുതായിരിക്കും. അപ്പം -∞ തൊട്ട് 2 വരെയുള്ള എല്ലാ വാല്യൂസും x എന്ന് വരാം. ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ വൺ വേരിയബിളിൻ്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നോക്കാം. ഇവിടെ എന്താണ് x less than 2 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -∞ തൊട്ട് 2 വരെയാണ്. അപ്പോൾ എന്ത് വരാം നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. എന്താണ് -∞ തൊട്ട് +∞ വരെയാണ് നമ്പർ ലൈൻ കാണിക്കുന്നത്. 2 എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ എങ്ങോട്ടാണ് ലെസ് ദാൻ 2 ആണ്. ലെസ് ദാൻ 2 ആണ്. പക്ഷേ ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട് 2 ഇൻക്ലൂഡ് ചെയ്യോ ഇല്ല. 2 ഇൻക്ലൂഡ് ചെയ്യാത്തപ്പോൾ അവിടെ ഒരു സർക്കിളാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ഇങ്ങോട്ട് ഡാർക്ക് ലൈൻ വരയ്ക്കുക. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നായിരുന്നെങ്കിൽ എങ്ങനെ വരും ഗ്രാഫ് -∞ ടു ∞. ഇവിടെ ഒരു ഡാർക്ക് സർക്കിൾ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് വരുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നമ്പർ ലൈനിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കായിരിക്കും 2ൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഷെയ്ഡ് ഡാർക്ക് ലൈൻ വരയ്ക്കേണ്ടത്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നെങ്കിലോ 2 ഇൻക്ലൂഡ് ചെയ്യും. ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട് 2 ഇൻക്ലൂഡ് ചെയ്യും. 2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് ഡാർക്കർ ലൈൻ വരയ്ക്കും. ഇതെന്താണ് എക്സ് ലെസ് ദാൻ 2 ആയിരുന്നെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതെന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരുന്നെങ്കിൽ ഇതെന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇതെന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഈക്വൽ ടു വരുമ്പം ആ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യും. ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഡാർക്ക് സർക്കിൾ ആയിരിക്കും വരയ്ക്കുന്നത്. ആ പോയിന്റിൽ ഡാർക്ക് സർക്കിൾ ആയിരിക്കും വരയ്ക്കുന്നത്. സൈൻ ഇല്ല എങ്കിൽ എക്സ് ലെസ് ദാൻ 2 എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണെങ്കിൽ ആ പോയിന്റ് എക്സ്ക്ലൂഡ് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് ഒരു സർക്കിൾ ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റിൻ്റെ അവിടെ ഒരു സർക്കിൾ ആയിരിക്കും. അടുത്ത നമുക്ക് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾസ് നോക്കാം. 2 വേരിയബിൾസ് വരുമ്പോൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഫസ്റ്റ് നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. 3x + 2y ≤ 12. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആയതുകൊണ്ട് എന്ത് വേണം നമുക്ക് ആക്സിസ് വേണം. എക്സ് ആക്സിസ് 2 വേരിയബിൾസ് ആയതുകൊണ്ട് എക്സ് ആക്സിസും വേണം വൈ ആക്സിസും വേണം. എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇനി 3x + 2y ≤ 12നെ 3x + 2y = 12 എന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം പോയിന്റ്സ് വേണം. 3x + 2y = 12 എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ആ ലൈൻസിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുക, കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് എക്സിന് 0 എടുക്കുമ്പോൾ ഉള്ള വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂവും എക്സിന് 0 എടുക്കുമ്പോൾ വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂവും വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂവും കണ്ടുപിടിക്കുന്നതാണ്. എക്സിന് 0 എടുക്കുമ്പോൾ നമ്മൾ 3x + 2y = 12 എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാവും? 3x + 2y = 12. എക്സിന് 0 എടുക്കുമ്പോൾ ഈ ടേം 0 ആകും. 3 × 0 0 വരും. 0 + 2y = 12 എന്ന് വരും. 2y = എന്താണ് 12 എന്ന് വരും. y = എന്താണ് 2 മൾട്ടിപ്ലൈ ചെയ്താണ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 12 / 2 6 എന്നാകും. അപ്പോൾ വൈയുടെ വാല്യൂ 6 എന്നാകും. 0 6 എന്നുള്ള പോയിന്റ് ആണ്. 0 6 എന്നുള്ള പോയിന്റ് ഏതാണ്? y ആക്സിസിൽ 6 എന്നുള്ള പോയിന്റ് ആണ്. y ആക്സിസിൽ 6 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി എന്താണ് വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം.
വൈക്ക് 0 കൊടുക്കും. അപ്പോൾ എന്താണ് 3x plus 2 into 0 0 വരും is equal to 12. 3x plus 0 is equal to 12. 3x plus 0 എന്താണ് 3x. 3x is equal to 12. x is equal to എന്താണ് 3 മൾട്ടിപ്ലൈ ചെയ്താണ് എടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താകും ഡിവിഷൻ ആകും. ഇപ്പോൾ 12 divided by 3 4. എക്സിൻ്റെ വാല്യൂ 4 വരും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 4 കിട്ടി. അപ്പം എന്താണ് 40 എന്ന് പറഞ്ഞ പോയിന്റാണ് കിട്ടിയത്. എന്താണ് 06 എന്ന പോയിന്റും 40 എന്ന് പറഞ്ഞ പോയിന്റുമാണ് നമുക്കിവിടെ കിട്ടിയത്. 40 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. അതേതാണ് എക്സ് ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ രണ്ട് പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. 3x plus 2y less than or equal to 12 എന്ന ലൈൻ. 3x plus 2y is equal to 12 എന്ന ലൈൻ. ഇനി എന്താണ് വേണ്ടത്? നമ്മുടെ സൊല്യൂഷന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യും. 3x plus 2y less than or equal to 12 എന്നാണ് നമ്മുടെ ഇൻഇക്വാലിറ്റി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് ഒറിജിൻ ആയിരിക്കും. ലൈനിൽ നിന്ന് ടുവാർഡ്സ് ഒറിജിൻ. ലൈൻ ഇതാണ്, ഒറിജിൻ എവിടെയാണ്? ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഒറിജിൻ. ടുവാർഡ്സ് ഒറിജിൻ ആയിരിക്കും. ടുവാർഡ്സ് ഒറിജിൻ വരുമ്പോൾ എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ഒറിജിൻ ആയിരിക്കും. നമ്മുടെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരുന്നെങ്കിലോ 3x plus 2y ഗ്രേറ്റർ ദാൻ 12 എന്നായിരുന്നെങ്കിൽ അതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ടായിരിക്കും? ഷെയ്ഡഡ് റീജിയൻ എവേ ഫ്രം 0 ആയിരിക്കും. ഈ ലൈനിൽ 0 എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കുമ്പോൾ എവേ ഫ്രം 0 ആയിരിക്കും. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും 3x plus 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12ന്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈക്വൽ ടു സൈൻ തന്നിട്ടില്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഉള്ളെങ്കിൽ നമ്മുടെ ലൈൻ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ടായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോട്ടഡ് ലൈൻ ആയിട്ടായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴാണ്? ദാനോ ലെസ് ദാനോ ഉള്ളപ്പോൾ. ഈക്വൽ ടു സൈൻ ഇല്ല എങ്കിൽ ഡോട്ടഡ് ലൈൻ ആയിട്ടായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. 3x plus 2y less than 12 എന്നായിരുന്നെങ്കിൽ ടുവാർഡ്സ് ഒറിജിൻ ആയിരിക്കും അതിന്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ഏതാണ്? ഇതാണ്. ടുവാർഡ്സ് ഒറിജിൻ ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ 12 എന്നായിരുന്നെങ്കിൽ എന്താണ്? എവേ ഫ്രം 0 ആയിരിക്കും. എവേ ഫ്രം ഒറിജിൻ ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. അപ്പം ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ്. 2x minus y greater than 0. 2x minus y greater than 0. ഇതെന്താണ്? ലീനിയർ ഇൻഇക്വാലിറ്റി ഇൻ 2 വേരിയബിൾ ആണ്. അപ്പോൾ സോൾവ് ഗ്രാഫിക്കലി വരുമ്പോൾ എന്താണ്? എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. ഇനി എന്താണ്? നമ്മൾ 2x minus y greater than 0നെ 2x minus y is equal to 0 എന്ന് എടുത്തു. പിന്നെ എന്താണ്? എക്സിനും വൈക്കും എക്സിന്റെയും വൈയുടെയും വാല്യൂസ്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂം, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂം കണ്ടുപിടിക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ്? 2 into 0 minus y is equal to 0 എന്നാണ് വരുന്നത്. 2 into 0 0 minus y is equal to 0 എന്ന് വരും. അപ്പോൾ എന്താണ്? y is equal to 0. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്താണ്? 2x minus 0 is equal to 0 എന്ന് വരും. 2x minus 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ്. അപ്പോൾ 2x equal to 0 എന്ന് വരും. അപ്പോഴും എന്താണ്? x equal to 0 എന്നാണ്. 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ്. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ വേറെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്താണ്? എക്സിന് 1 ഇട്ട് കൊടുത്ത് എക്സിന് എടുത്താൽ എന്ത് വരും? 2 into minus y is equal to 0. എന്താണ്? 2 minus y is equal to 0 എന്ന് വരും. ഇപ്പം എന്ത് വരും? minus y is equal to minus 2y is equal to 2 എന്ന് വരും. ഇതിന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 into 2 4 എന്ന് വരും. അപ്പം minus y is equal to minus 4 എന്ന് വരും. is equal to 4 എന്ന് വരും. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 4. എന്താണ്? ഒറിജിൻ ഉണ്ട്, 0 0 എന്നുള്ള പോയിന്റ് ഉണ്ട്. എന്താണ്? 1 2 വരുമ്പോൾ എവിടെയാണ്? എക്സ് ആക്സിസിൽ 1 എന്ന് പറഞ്ഞ പോയിന്റും വൈ ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും ഇത് വരുന്നതാണ് ഇവിടെ ആയിരിക്കും. ഇനി എന്താണ്? 2 4 എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റും വൈ ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റും അതെവിടെയായിരിക്കും? ഇതായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്നത്.
ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതിന്റെ ഷെയ്ഡിങ് എങ്ങനെ വരും? ഇതിന്റെ ഷെയ്ഡിങ് എങ്ങോട്ടായിരിക്കും? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഷെയ്ഡിങ് ടുവാർഡ് 0 എന്നോ എവേ 0 എന്നോ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റിയിൽ ഏതെങ്കിലും ആക്സിസിൽ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ആക്സിസിൽ 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. എക്സ് ആക്സിസിൽ 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 30 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താണ്? എക്സിന്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 0 എന്നും. 30 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്താൽ എക്സിന്റെ വാല്യൂ 3 വൈയുടെ വാല്യൂ 0 ആണ്. നമ്മുടെ ഇൻഇക്വാലിറ്റി എങ്ങനെയാവും? 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ് മൈനസ് വൈയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് ഗ്രേറ്റർ ദാൻ 0. 2 ഇൻറ്റു 3 6 മൈനസ് 0 ഗ്രേറ്റർ ദാൻ 0. 6 മൈനസ് 0 എന്താണ്? 6 ഗ്രേറ്റർ ദാൻ 0. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? 6 എന്ന് പറയുന്നത് 0ക്കാളും വലുതല്ലേ? 6 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇൻഇക്വാലിറ്റി ട്രൂ ആണ്. അതുകൊണ്ട് എന്താണ്? എക്സ് ആക്സിസിലേക്കായിരിക്കും അതിന്റെ ഷെയ്ഡിങ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. നമ്മൾ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഫോൾസ് ആണ് വന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ പൈ ആക്സിസിൽ ഒരു പോയിന്റ് 5 എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് കൊടുത്ത് നോക്കിയാലോ? എന്താണ്? 0,5 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ 0 എന്നും വൈയുടെ വാല്യൂ എന്താണ്? 5 എന്നും വരും. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 0 മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. 2 ഇൻറ്റു 0 0 മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0 മൈനസ് 5 ഗ്രേറ്റർ ദാൻ 0. ഇതെന്ന് പറയുന്നത് ഫോൾസ് അല്ലേ? -5 എന്ന് പറയുന്നത് 0യേക്കാളും ലെസ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്? -5 ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഫോൾസ് ആണ്. അതുകൊണ്ട് എന്താണ്? ഈ ഡയറക്ഷനിലേക്കല്ല ഷെയ്ഡിങ് വരുന്നത്, ഈ ഡയറക്ഷനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷെയ്ഡിങ് വരുന്നത്. അപ്പൊ ട്രൂ ആണെങ്കിൽ പോയിന്റ് എടുത്ത് എവിടെയാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഷെയ്ഡിങ് വരുന്നത്. ഇനി ഫോൾസ് ആണെങ്കിൽ നമ്മൾ പോയിന്റ് എടുത്ത് എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഷെയ്ഡിങ് വരുന്നത്. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റീസ് തന്നാൽ, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഇക്വാലിറ്റീസ് തന്നാൽ അതെങ്ങനെ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ ഇൻഇക്വാലിറ്റീസ് തന്നാൽ അതെങ്ങനെ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. സോൾവ് 5x + 4y ≤ 40, x ≥ 2, y ≥ 3. ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റി എന്താണ്? 5x + 4y ≤ 40. അത് ഗ്രാഫിക്കലി നോക്കാം. അപ്പൊ ആദ്യം എന്താണ്? അതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? 5x + 4y ≤ 40നെ 5x + 4y = 40 എന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ പോയിന്റ്സ് എന്താണ്? എക്സും വൈയും. എക്സിന് 0 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്നും വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. എക്സിന് 0 എടുക്കുമ്പോൾ എന്താണ്? 5 × 0 + 4y = 40 എന്ന് വരും. 5 × 0 എത്രയാണ്? 0 ആണ്. 0 + 4y = 40 എന്ന് വരും. 4y = 40 എന്നാകും. y = എന്ത് വരും? 40 / 4 എന്നാകും. എത്രയാണ്? 10. x 0 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. y 0 എടുക്കുമ്പോഴോ 5x + 4 × 0 0 വരും. 5x + 0 = 40 എന്ന് വരും. അപ്പൊ എന്താണ്? 5x + 0 എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x = 40 എന്ന് വരും. x എന്താണ്? 40 / 5 എന്ന് വരും. 40 / 5 എത്രയാണ്? 8 ആണ്. എന്താണ്? 8 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. 5x + 4y = 40യുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 10 എന്ന് പറഞ്ഞ പോയിന്റും 8 0 എന്ന് പറഞ്ഞ പോയിന്റുമാണ് നമുക്ക് കിട്ടിയത്. 0 10 എന്ന് പറഞ്ഞ പോയിന്റ് എന്നാണ്? y ആക്സിസിൽ 10 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. y ആക്സിസിൽ 10 എന്ന് പറഞ്ഞ പോയിന്റ്. 8 0 എന്ന് പറഞ്ഞ പോയിന്റ് x ആക്സിസിൽ 8 എന്ന് പറഞ്ഞ പോയിന്റും. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്താ? നമ്മുടെ ഫസ്റ്റ് ലൈൻ തന്നെ. ഫസ്റ്റ് ലൈന് നമുക്ക് L1 എന്ന് വിളിക്കാം. L1 എന്താണ്? 5x + 4y ≤ 40. അപ്പോൾ ഈ ലൈൻ ആയിരിക്കും L1. ഇനി ഇവിടെ എന്താണ്? ≤ 40 ആണ്. ലെസ് ദാൻ വരുമ്പോൾ എങ്ങോട്ടാണ് ഷെയ്ഡിങ് വരുന്നത്? ടുവാർഡ് 0 ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഷെയ്ഡിങ് എങ്ങോട്ടായിരിക്കും?
ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഷെയ്ഡിങ് വരുന്നത്. ഇനി എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 2 എന്നുള്ള ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ അതായിരിക്കും എന്ത്? L2 എന്ന് പറഞ്ഞ ലൈൻ. L2 y greater than or equal to 3 നമുക്ക് L3 എന്നും വിളിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇവിടെ ഇൻഇക്വാലിറ്റി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്താണ്? away from 0 ആണ്. 0 എന്ന് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഷെയ്ഡിങ് വരുന്നത്. എന്താണ്? ടുവാർഡ്സ് റൈറ്റ് ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. ഇനി എന്താണ്? y greater than or equal to 3. y greater than or equal to 3 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to 3 എന്ന് എഴുതാം. അപ്പൊ ലൈൻ എങ്ങനെ വരും? y ആക്സിസിൽ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും L3 എന്ന് പറഞ്ഞ ലൈൻ വരുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്താണ്? away from 0 ആയിരിക്കും എന്ന് പറയുന്നത്. അതിന്റെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഷെയ്ഡഡ് റീജിയൻ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. ഏത് റീജിയനിലായിരിക്കും സൊല്യൂഷൻ വരുന്നത് നോക്കാം. സൊല്യൂഷൻ വരുന്നത് ഈ 3 ലൈൻസ് ഏതൊക്കെ ലൈൻസ് തന്നിട്ടുണ്ടോ ആ ലൈൻസിന്റെ എല്ലാം ഷെയ്ഡിങ് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. പറഞ്ഞ ലൈനിന്റെ ഷെയ്ഡിങ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സ് ആണ്. L2 എന്ന് പറഞ്ഞ ലൈനിന്റെ ഷെയ്ഡിങ് റൈറ്റ് ആണ്. L3 എന്ന് പറഞ്ഞ ലൈനിന്റെ ഷെയ്ഡിങ് അപ്വേർഡ്സ് ആണ്. കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? ഇതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ പോർഷനായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് തരുവാണെങ്കിൽ ഓരോ ലൈനും പ്ലോട്ട് ചെയ്യുക. ഓരോ ലൈനും പ്ലോട്ട് ചെയ്തിട്ട് ഓരോ ലൈനിന്റെ ഷെയ്ഡഡ് റീജിയനും മാർക്ക് ചെയ്യുക. എല്ലാ ലൈൻസിന്റെയും ഷെയ്ഡഡ് റീജിയൻ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണോ അതായിരിക്കും ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതായത് സൊല്യൂഷൻ ഉള്ള റീജിയൻ എന്ന് പറയുന്നത് അതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് x plus 2y less than or equal to 8, 2x plus y less than or equal to 8, x greater than or equal to 0, y greater than or equal to 0. x greater than or equal to 0 എന്നും y greater than or equal to 0 എന്നും നമ്മുടെ ഇൻഇക്വാലിറ്റിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ്. എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എക്സിന്റെ വാല്യൂസ് പോസിറ്റീവ് വരുന്നത് എന്താണ്? ഇങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലേക്കാണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് ആണ്. എന്താണ്? അപ്വേർഡ്സ് ആയിരിക്കും. എക്സ് പോസിറ്റീവ് വരുന്നതും y പോസിറ്റീവ് ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? ഇതാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. നമുക്ക് മറ്റു 2 ലൈൻസ് പ്ലോട്ട് ചെയ്യാം. ഇതിനെ നമുക്ക് L1 എന്നും ഇതിനെ നമുക്ക് L2 എന്നും വിളിക്കാം. L1 എന്താണ്? x plus 2y less than or equal to 8 ആണ്. നമുക്ക് x plus 2y is equal to 8 എന്ന് എടുക്കാം. എന്താണ്? എക്സും വൈയും കൊടുക്കാം. എക്സിന്റെയും വൈയുടെയും വാല്യൂസ്. x 0 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂം, y 0 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂം കണ്ടുപിടിക്കാം. x 0 എടുക്കുമ്പോൾ y എന്താണ്? 2y is equal to 8 എന്ന് വരും. 2y is equal to 8 എന്ന് വരും. അപ്പൊ എന്താണ്? y is equal to 8 divided by 2, 4 എന്ന് വരും. y 0 എടുക്കുമ്പോൾ എന്താണ്? x plus 2 into 0, 0 വരും, is equal to 8. അപ്പൊ x equal to 8 എന്ന് വരും. x equal to 8. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 4 എന്ന് പറഞ്ഞ പോയിന്റും 8, 0 എന്ന് പറഞ്ഞ പോയിന്റുമാണ്. 0, 4 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? y ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റും 8, 0 എന്ന് പറഞ്ഞ പോയിന്റ് x ആക്സിസിൽ 8 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ 2 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ആയിരിക്കും എന്ത്? നമ്മുടെ x plus 2y is equal to 8 എന്നുള്ള ലൈൻ, അതായത് L1. ഇനി അതിന്റെ ഇൻഇക്വാലിറ്റി എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്താണ്? ടുവാർഡ്സ് 0 ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ ടുവാർഡ്സ് 0. അടുത്ത ലൈൻ എന്താണ്? 2x plus y less than or equal to 8. x plus y less than or equal to 8. ഇങ്ങനെ നമുക്ക് എങ്ങനെ വിളിക്കാം? 2x plus y is equal to 8 എന്ന് എടുക്കാം.
എക്സിന്റെയും വൈയുടെയും വാല്യൂസ്. എക്സ് 0 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ, വൈ 0 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ. 0 എടുക്കുമ്പോൾ എന്താകും? 2 into 0, 0 plus y is equal to 8 എന്നാകുമ്പോൾ y is equal to 8 എന്ന് വരും. y 0 എടുക്കുമ്പോൾ 2x plus 0 equal to 8 എന്നാണ്. അപ്പം എന്താണ്? 2x equal to 8 എന്ന് വരും. എക്സിന്റെ വാല്യൂ 8 divided by 2, 4. നമുക്ക് ഇവിടെ കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്? 08 എന്ന് പറഞ്ഞ പോയിന്റും 40 എന്ന് പറഞ്ഞ പോയിന്റും y ആക്സിസിൽ 8 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. എക്സ് ആക്സിസിൽ 4 എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ആയിരിക്കും L2 എന്ന് പറഞ്ഞല്ലേ. ഇതിന്റെ ഷെയ്ഡിങ് എങ്ങോട്ടാണ്? ലെസ് ദാൻ ആണ്. അപ്പൊ എന്താണ്? ടുവേർഡ്സ് ഒറിജിൻ ആയിരിക്കും ഷെയ്ഡിങ് വരുന്നത്. എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഷെയ്ഡിങ് എങ്ങനെയാണ്? രണ്ടിനും ഡൗൺവേർഡ്സ് ആണ് കോമൺ വരുന്നത് എന്നാണ്. ഇങ്ങോട്ടുള്ള എല്ലാ റീജിയനും കോമൺ ആണ്. പക്ഷെ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഇതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ ഇതുവരെ നോക്കിയ എക്സാമ്പിൾസ് എല്ലാം എന്താണ്? ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരുന്നു. അൺബൗണ്ടഡ് ആയിട്ടും ഷെയ്ഡഡ് റീജിയൻ വരാം. അതുപോലെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോൾവ് 3x plus 2y greater than 6. സോൾവ് 3x plus 2y greater than 6. ഫസ്റ്റ് നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അതിലെന്താണ്? 3x plus 2y than 6നെ നമുക്ക് ഈക്വൽ ടു 6 എന്ന് കൊടുക്കാം. പോയിന്റ്സ് വരുമ്പോൾ എന്താണ്? എക്സിന്റെയും വൈയുടെയും വാല്യൂസ്. എക്സ് 0 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ, വൈ 0 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ. എക്സ് 0 എടുക്കുമ്പോൾ എന്താണ്? 3 into 0, 0 plus 2y is equal to 6 എന്ന് വരും. y is equal to 6 divided by 2, 3 എന്ന് വരും. എക്സ് 0 വരുമ്പോൾ വൈയുടെ വാല്യൂ 3 ആയിരിക്കും. ഇനി എന്താണ്? വൈക്ക് 0 എടുക്കുമ്പോൾ എന്താണ്? 3x plus 2 into 0 is equal to 6. 3x plus 2 into 0, 0 is equal to 6. 3x equal to 6 എന്ന് വരും. x equal to എന്താണ്? 6 divided by 3, 2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്? 03 എന്ന് പറഞ്ഞ പോയിന്റ്സും 20 എന്ന് പറഞ്ഞ പോയിന്റ്സ്. 03 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? y ആക്സിസില് 3 എന്ന് പറഞ്ഞ പോയിന്റും 20 എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ആയിരിക്കും 3x plus 2y to 6 എന്നല്ലേ. ഗ്രേറ്റർ ദാൻ 6 വരുമ്പോൾ എന്താണ്? എവേ ഫ്രം 0 ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. എവേ ഫ്രം 0 വരുമ്പോൾ എന്താണ്? അപ്വേർഡ്സ് ആയിരിക്കും ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ഇതെന്ന് പറയുന്നത് അൺബൗണ്ടഡ് അല്ലേ? അൺബൗണ്ടഡ് റീജിയൻ ആണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ലീനിയർ ഇൻഇക്വാലിറ്റീസിനെ കുറിച്ചാണ്. താങ്ക് യു ഓൾ.